ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് ആട്ടോ. ഒരു ചെറിയൊരു ഡേ മൈ ലൈഫാണ്, ചെറിയ സെലിബ്രേഷനൊക്കെ ഉള്ള ഒരു ഡേ മൈ ലൈഫാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ മൂത്ത കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഞാനും ഉമ്മയും കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അനിയത്തിയുടെ ബർത്ത്ഡേ മാർച്ച് 23 കഴിഞ്ഞതാട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എക്സാമും കാരണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ചെറിയ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. 2ാമത്തെ അനിയത്തി അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നേരെ താഴെയുള്ള അനിയത്തിക്ക് ഞങ്ങൾ ഓൾറെഡി സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ അനിയത്തി ബർത്ത്ഡേക്ക് സർപ്രൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. കാരണം 20th അന്ന് ഞങ്ങൾ എന്തായാലും കൊണ്ടുവരത്തില്ല, മോൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഇപ്പം എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കില്ല കേട്ടോ. അവളുടെ മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വരികയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഇവൾക്കുള്ള ഞങ്ങൾ ചെറിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവളത് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. ചെറിയൊരു ഡ്രസ്സ് തന്നെ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ള ഡ്രസ്സ് വരുന്നത്. ഒരു പാർട്ടി വെയർ അനാർക്കലി മോഡലാണ്. ഇതിൻ്റെ കയ്യിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നെക്ക് പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സെൻറ്ററിലായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്നായിട്ട് നമ്മൾ പലാസോ ഇടും. അപ്പോൾ നമുക്ക് ഈ ഭാഗമൊക്കെ ഈ ഉള്ളിലോട്ട് ഇങ്ങനെ കാണുന്ന ഭാഗമൊക്കെ കവറാവും കേട്ടോ. ഇത് ജോർജറ്റ് പറ്റില്ല തോന്നുന്നു. നല്ല വർക്കുള്ള, നല്ല ഹെവി വർക്കുള്ള ഒരു അനാർക്കലിയാണ്. ഇതിൻ്റെ പലാസോ കാണിച്ചത്. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പലാസോ വരുന്നത്. പലാസോൻ്റെ അടി പോർഷനിലായിട്ട് മാത്രമാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ടോപ്പിൽ കണ്ടുപോലത്തെ ലേസ് വർക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിൻ്റെ ഷാള് കാണിച്ചു തരാം. ഷാള് നല്ല ഹെവി വർക്ക് കേട്ടോ. നമുക്കൊരു നല്ല എന്താ പറയുക. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഷാള് വരുന്ന. ഷാളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട്. വേണ്ട, നല്ല വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. പിന്നെ നിങ്ങൾ ആരുടെ വീഡിയോസ് നമുക്ക് കമൻറ്റ് ചെയ്യാൻ ഭയങ്കര പിന്നാക്കാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനും അതിന് റിപ്ലൈ ചെയ്യാനും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പാക്ക് ചെയ്ത്. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറേ പഴക്കമുള്ളൊരു മെഷീനാട്ടോ. ഒരു 10-20 സംതിങ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ ഉമ്മ ഒരാളെന്ന് സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. അപ്പോൾ അത് ഉമ്മ കുറേ ഉപയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ ഉമ്മ ഒക്കെ വന്നിട്ടോ. കുറച്ച് പെയിൻറ്റ് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നേരാക്കാൻ പറ്റുന്ന അത്ര ചെറിയ കംപ്ലൈൻറ്റാണ് ഈ മെഷീൻ ഇതുവരെ വന്നിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് കല്ല് വർക്ക് ആയതുകൊണ്ട് കുറച്ച് മെനക്കെടാം. നമുക്കെന്താണ് സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് കല്ല് വർക്ക് ആയതുകൊണ്ട് കട്ട പിടിക്കുന്നുണ്ട്. നമുക്കപ്പോൾ എന്തായാലും വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. കാരണം വേറെ ഒന്നുമില്ല, 12:30 മണിയായിട്ടുണ്ട്. എൻ്റെ മോൻ ഇപ്പോൾ സ്കൂളിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് റെഡിയാവണം. എന്നിട്ട് അവനെ റെഡിയാക്കിയിട്ട് വേണം വേഗം പോകാൻ. ഇനി ടൈമില്ല കേട്ടോ, 12:30 ആയില്ല. നമുക്കൊരു 1:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ നമുക്ക് ഇനി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡിയാവൽ കഴിഞ്ഞു. മോൻ വന്നിട്ട് മോനെ റെഡിയാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങളവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ചെറിയ ഡൗട്ട് അടിച്ചിട്ടോ. കാരണം കയ്യിൽ കുറേ കവർ കണ്ടപ്പോൾ അവൾ ചോദിച്ചു. മോൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് മേടിച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയ്യിൽ കവർ കണ്ടപ്പോൾ അവൾക്ക് ചെറിയ ഡൗട്ട് അടിച്ചിട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ നേരെ കൊടുത്തു. എന്നിട്ട് ഞാൻ അവളേക്ക് നേരെ പോയിട്ട് റെഡി ആയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഷേപ്പ് ചെയ്തിട്ട് പോയതുകൊണ്ട് അവൾക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ സൈസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അളവിലാണ് ഞാൻ അവൾക്ക് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് സൈസ് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ഫേസിൽ കാണാനുണ്ട് അവളുടെ ഹാപ്പിനെസ്സൊക്കെ. അവൾ പറഞ്ഞത് അവൾ കുറേ ആയി ഇങ്ങനെ വർക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടെന്ന്, വർക്കുള്ള ഇങ്ങനത്തെ അനാർക്കലി മോഡലൊക്കെ ഇട്ടിട്ടെന്ന്. അവളുടെ കല്യാണത്തിനും അങ്ങനെ പിന്നെ ചില ഫംഗ്ഷനും മാത്രമായിട്ട് എടുക്കാറുള്ളൂ.
പിന്നെ അങ്ങനെ നമ്മൾ ഹെവി വർക്കുകളൊന്നും എടുത്താലും നമ്മളങ്ങനെ എവിടേക്കും അധികം ഇടാറില്ല. വല്ല ഫംഗ്ഷനൊക്കെ വന്നാൽ മാത്രമാണ് ഇടാറ്, അല്ലെങ്കിൽ നമ്മൾ എടുത്തൊക്കെ ചെയ്യാറ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ട് അവളുടെ മോളുടെ ബർത്ത്ഡേയും കൂടിയാണല്ലോ, അപ്പോൾ അവരെ കേക്കും നമ്മൾ കൊടുന്ന കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ മോളും അവളൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തു, അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ ശേഷം പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ വിശക്കാണ്ട് ആദ്യം അവർക്ക് തന്നെ കൊടുത്തു, ഇതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അതുപോലെ മോന് ഊഞ്ഞാലാടാൻ പറഞ്ഞിട്ട് ബാക്കിൽ പോയിട്ട് കുറച്ച് നേരം അവനെ ഊഞ്ഞാല കാട്ടി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിക്ക് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അനിയത്തിനോടും അവരുടെ ഫാമിലിയിലൊക്കെ ബൈ ബൈ പറഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലോട്ട്. പോണ വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോയത് വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.